BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഓൺലൈൻ മദ്യവിൽപ്പനയിൽ നിലവിൽ തീരുമാനം എടുത്തിട്ടില്ല മന്ത്രി MB രാജേഷ്. ഓൺലൈൻ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിലവിൽ സർക്കാരിന് യാതൊരു തീരുമാനവുമില്ലെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ്. സമൂഹത്തിന്റെ പൊതുവായ സ്വീകാര്യത ലഭിക്കുമ്പോൾ മാത്രമേ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുവാൻ കഴിയൂവെന്നും ഇങ്ങനെയൊരു കാര്യം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓൺലൈൻ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ബാറുടമകളുമായി ചർച്ച നടത്തേണ്ട ആവശ്യമില്ലെന്നും MB രാജേഷ് പറഞ്ഞു. ഈ വിഷയത്തിൽ ബാർ ഉടമകൾക്ക് ആശങ്കയുണ്ടെന്ന പ്രചാരണം മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണെന്നും സാങ്കല്പികമായ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ മുൻപിൽ നിലവിൽ അങ്ങനെയൊരു ശുപാർശയോ തീരുമാനമോ ഇല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മദ്യവിൽപ്പന ഓൺലൈനായി നടത്തണമെങ്കിൽ അത് സർക്കാരിന്റെ നയപരമായ തീരുമാനമായിരിക്കണം. അത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ മാത്രമേ അതിന്റെ സാധ്യതകളും വെല്ലുവിളികളും ചർച്ച ചെയ്യേണ്ടതുള്ളൂ. സമൂഹത്തിന്റെ പൊതുവായ മനോഭാവം അനുകൂലമാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാമെന്നും എന്നാൽ ഇപ്പോൾ അങ്ങനെയൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇല്ലെന്നുമാണ് മന്ത്രി പറഞ്ഞത്. വോട്ട് കൊള്ള ആരോപണം. രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധ കടൽ തീർത്ത് പ്രതിപക്ഷം. MPമാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. വോട്ട് കൊള്ള ആരോപണത്തിൽ രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധ കടൽ തീർത്ത് പ്രതിപക്ഷം. പാർലമെന്റിൽ നിന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ മാർച്ചിൽ 300ഓളം പ്രതിപക്ഷ MPമാർ പങ്കെടുത്തു. ട്രാൻസ്പോർട്ട് ഭവനു മുൻപിൽ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായി. MPമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമീപകാലത്തെ വലിയ പ്രതിഷേധത്തിനാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. വിയോജിപ്പുകൾ മാറ്റിവെച്ച ഇന്ത്യ സഖ്യം ഒന്നിക്കുന്ന കാഴ്ചയ്ക്കും ഡൽഹി വേദിയായി. വോട്ട് കൊള്ള, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ മാർച്ച്. എന്നാൽ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായി. ഭരണഘടന സംരക്ഷിക്കുവാനുള്ള പോരാട്ടമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. തൃശൂരിലെ ജനവിധി അട്ടിമറിച്ചു. കളക്ടർ സ്വീകരിച്ചത് നിഷേധാത്മക സമീപനം. K മുരളീധരൻ. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ പരാതി നൽകിയപ്പോൾ കളക്ടർ നിഷേധാത്മക സമീപനം സ്വീകരിച്ചെന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരൻ. തൃശൂരിലെ ജനവിധി അട്ടിമറിച്ചു. കൌണ്ടിംഗ് ദിവസം സുരേഷ് ഗോപി ജില്ലയിൽ ഇല്ലായിരുന്നെന്നും അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇതെന്നും K മുരളീധരൻ പറഞ്ഞു. മോദിയുടെ തൃശൂർ സന്ദർശനം മുതൽ ഗൂഢാലോചനകൾ നടന്നു. ഇലക്ഷൻ ഫലം അറിഞ്ഞതിന് ശേഷം സുരേഷ് ഗോപി തൃശൂരിലെത്തിയാൽ മതിയെന്നായിരുന്നു അമിത്ഷായുടെ നിർദ്ദേശം. ഇത് ഒരു സിനിമാ നിർമ്മാതാവ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് വോട്ടെണ്ണൽ ദിവസം സുരേഷ് ഗോപി തൃശൂരിൽ ഉണ്ടാകാതെ പോയത്. തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് K മുരളീധരൻ ആവശ്യപ്പെട്ടു. തൃശൂർ ഒഴികെ എല്ലാ DCCകളും മാറട്ടെയെന്ന് ഹൈക്കമാൻഡ്. ഇഷ്ടക്കാർക്കായി വാദിച്ച് മുതിർന്ന നേതാക്കൾ, വഴിമുട്ടി KPCC പുനഃസംഘടന. പ്രധാന നേതാക്കളുടെ പിടിവാശിയിൽ വഴിമുട്ടി KPCC പുനഃസംഘടന. ഒപ്പം നിൽക്കുന്നവരെ DCC അധ്യക്ഷന്മാരായി നിലനിർത്തണമെന്നും ചിലയിടങ്ങളിൽ താൽപര്യമുള്ളവരെ നിയമിക്കണമെന്നും നേതാക്കൾ കടും പിടുത്തം തുടർന്നതോടെ പുനഃസംഘടന അനിശ്ചിതത്വത്തിലായി. തൃശൂർ ഒഴികെയുള്ള എല്ലാ DCCകളും മാറട്ടെയെന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. സംസ്ഥാനത്തെ നേതാക്കൾക്കിടയിൽ അഭിപ്രായ സമന്വയമുണ്ടാക്കി പട്ടിക കൈമാറുവാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. യോഗി ബാബു നായകനാകുന്ന സന്നിധാനം POയുടെ ഫസ്റ്റ് ലുക്ക് സംവിധായകൻ ചേരനും നടി മഞ്ജു വാര്യരും അനാവരണം ചെയ്തു. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സന്നിധാനം POയുടെ ഫസ്റ്റ് ലുക്ക് ഇന്ന് ഔദ്യോഗികമായി പുറത്തിറക്കിയത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ചേരനും പ്രശസ്ത നടി മഞ്ജു വാര്യരും ചേർന്നാണ്. സർവദ സിനി ഗാരേജ്, ഷിമോഗ ക്രിയേഷൻസ് എന്നീ ബാനറുകളിൽ മധു റാവു, V വിവേകാനന്ദൻ, ഷബീർ പത്താൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. 170-ലധികം സിനിമകളിലൂടെ പ്രേക്ഷകരെ ആകർഷിച്ച ബഹുമുഖ തമിഴ് നടൻ യോഗി ബാബുവും കന്നഡ സിനിമയിലെ മുൻനിര താരങ്ങളിലൊരാളായ രൂപേഷ് ഷെട്ടിയും വർഷ വിശ്വനാഥും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. സിതാര, പ്രമോദ് ഷെട്ടി, മൂന്നാർ രമേശ്, ഗജരാജ്, രാജ രുദ്രക്കോടി, സാത്വിക്,
അശ്വിൻ ഹസൻ, വിനോദ് സാഗർ, കൽക്കി രാജ, വിശാലിനി, തഷ്മിക ലക്ഷ്മൺ, മധുറാവു തുടങ്ങിയവരും സഹതാരങ്ങളിൽ ഉൾപ്പെടുന്നു. സഹോദരൻ നടത്തിയത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശങ്ങൾ. വിമർശനങ്ങൾക്ക് മറുപടിയുമായി ആമിർ ഖാനും കുടുംബവും. സഹോദരൻ ഫൈസൽ ഖാൻ തനിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെയും ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി ആമിർ ഖാൻ. ഫൈസലിന്റെ പ്രസ്താവനകൾ വേദനാജനകവും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ളതുമാണെന്ന് ആമിറും കുടുംബവും പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഫൈസൽ ഖാൻ മുൻപും ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ആമിർ തന്നെ മുറിയിൽ പൂട്ടിയിട്ടെന്നും തനിക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിച്ചുവെന്നും ഫൈസൽ ഖാൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിനു മറുപടിയായാണ് ആമിർ ഖാൻ, അമ്മ സീനത്ത് താഹിർ ഹുസൈൻ, സഹോദരി നിഖത് ഹെഗ്ഡെ എന്നിവർ രംഗത്തെത്തിയത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു. ചൈനയ്ക്ക് താരിഫ് വർധന ഉടൻ ഏർപ്പെടുത്തുവാൻ ട്രംപ് ആലോചിക്കുന്നു. JD വാൻസ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യയ്ക്കുമേൽ വൻ താരിഫ് ചുമത്തിയതിനു പിന്നാലെ ഇതേ കാരണം പറഞ്ഞ് ചൈനയ്ക്കുമേലും കൂടുതൽ ഇറക്കുമതി ചുങ്കം ചുമത്തുവാൻ ആലോചിക്കുകയാണെന്ന് അമേരിക്ക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തെക്കുറിച്ച് സജീവമായി ആലോചിക്കുകയാണെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. അമേരിക്ക ചൈന ബന്ധത്തിലെ സങ്കീർണതകളെല്ലാം പരിഗണിച്ച ശേഷമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫോക്സ് ന്യൂസിന് അനുവദിച്ച പ്രതികരണത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ നിർണായക വെളിപ്പെടുത്തൽ. ചൈനയിലേക്കുള്ള റഷ്യൻ എണ്ണയുടെ ഒഴുക്ക് ഈ അടുത്തായി കൂടി വരുന്നുവെന്ന് കസ്റ്റംസ് വിവരങ്ങൾ തെളിയിക്കുന്നുണ്ട്. ജൂലൈയിൽ ചൈനയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി $10 ബില്യൺ ഉയർന്നു എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. മാർച്ചിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിമാസ ഇറക്കുമതിയാണിത്. എന്നിരിക്കലും 2024 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഈ വർഷം റഷ്യയിൽ നിന്നുള്ള മൊത്തം ഇറക്കുമതിയിൽ ചൈന 7.7% കുറവ് വരുത്തിയിട്ടുമുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.